والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. നിങ്ങളുടെ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ നസ്റിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആനിലെ 30-ാമത്തെ ജുസുവാണ്, അവസാനത്തെ ജുസുവാണ്. അതിൽ തന്നെ മദീനയിൽ ഇറങ്ങിയ 2-3 സൂറത്തുകളേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ നസ്ർ. ഈ സൂറത്ത് ഇറങ്ങുന്ന വേളയിലാണ് എന്താണ് അതിന്റെ അർത്ഥം, അതിന്റെ ഒരു സാരം എന്താണ്? വിജയവും ആളുകൾ കൂട്ടമായി പരിശുദ്ധമായ ദീനിനെ പുൽകുവാൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് നിങ്ങളിലോട്ട് വിജയം എത്തിയാൽ, ജനങ്ങളെല്ലാം അള്ളാഹുവിന്റെ ദീനിലോട്ട് വരുന്നതായ അതിമനോഹരമായ കാഴ്ചയും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിലോട്ട് പശ്ചാത്തപിക്കണമെന്നും അള്ളാഹു ഏറെ പാവങ്ങൾ പൊറുക്കുന്നവനുമാണെന്നുള്ള ഒരു മഹത്തായ ആശയമാണ് അതിലുള്ളത്. ഇബ്നു അബ്ബാസ് തങ്ങളെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഈ ഖുർആനിന്റെ ഈ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയാൻ പോവാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് റഈസുൽ മുഫസ്സിരീൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അത്ര പരിശുദ്ധമായ ഒരു സൂറത്താണ്. ഇവിടെ പറയാനുള്ള കാരണം, നമ്മൾ പാരായണത്തിൽ ഈ ഖുർആനിന്റെ ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ഓതുക? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ളത് പ്രകാരം ഓതേണ്ടത് എങ്ങനെയാണ്? അവിടെ റായിൽ സുക്കൂനാണല്ലേ, വസ്തഗ്ഫിർ എന്നല്ലേ എങ്ങനെ ഓതേണ്ടത്? വസ്തഗ്ഫിർഹു എന്നല്ലേ ഓതേണ്ടത്. ശരിയാണല്ലേ ഓതേണ്ടത്? വസ്തഗ്ഫിർഹു എന്നാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ചെറിയൊരു കാര്യം അല്ലേ? വസ്തഗ്ഫിർഹു അല്ല നമുക്ക് ഓതാൻ സാധാരണ. പക്ഷെ അവിടുത്തെ നമുക്ക് ജീവിതത്തിന്റെ നിയമം പറഞ്ഞുതരാൻ പോവാൻ ശ്രദ്ധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഖുർആന്റെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ നമ്മെ ഇഷ്ടപ്പെടും, ഖുർആൻ നമുക്ക് വേണ്ടി ദുആ ചെയ്യും, ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ആദരവായ റസൂലുള്ളാഹി ആസിം അൽ-കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്ത് പ്രകാരം നമ്മൾ ഓതുന്നത്. ഇമാം ഹഫ്സ് റഹ്മഹുല്ലാഹുവിന്റെ ആസിം അൽ-കൂഫിയുടെ ശിഷ്യനാണ് ഹഫ്സ് റഹ്മഹുല്ലാഹ്. അവരുടെ തിലാവത്ത് പ്രകാരമാണ് അവിടെ സുക്കൂനായ റായിന് മുമ്പുള്ള അക്ഷരത്തിന് കിസർ വന്നു കഴിഞ്ഞാൽ, ഈ റായിന് മുമ്പുള്ള അക്ഷരം എന്താണ്? അവിടെ ഫ ആണല്ലേ. ഫാന്റെ അടയാളം കിസർ ആണല്ലേ. അപ്പോ അങ്ങനെ റായിന് മുമ്പ് ഉള്ള ഒരു അക്ഷരത്തിന് കിസർ വന്നാൽ ശേഷമുള്ള റായിന് തർക്കീക്കാക്കണം. അതായത് ഇൽ എന്നുള്ളതായ ഒരു ധ്വനി നമ്മുടെ ചേർത്ത്. പക്ഷെ അതിന് പകരം മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ വന്നു കഴിഞ്ഞാൽ റായിനെ തഫ്ഖീമാക്കണം. അവിടെ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. 2-3 സഹോദരങ്ങൾ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങളുമായി ഞാൻ പറഞ്ഞതാണ്. നിർത്തണമെങ്കിൽ അതിനോട് ഒരു ചെറിയൊരു ചോദന ചേർത്തോന്നെങ്കിൽ ഇത് എന്നുള്ള അറബി ഭാഷയുടെ ഉച്ചാരണത്തിന് ഈ തജ്വീദിന്റെ നിയമത്തിലാണ് ഇത് ഉള്ളത്. ഇത് അറബി മലയാളത്തിലേ ഉള്ളൂ, അറബി ഭാഷയിൽ ഇത് ഇല്ല. തജ്വീദിന്റെ നിയമത്തിലാണ് ഇത് എന്നുള്ള ഉച്ചാരണം ഉള്ളത്. സാധാരണമായി നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് പറഞ്ഞ നല്ലത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തൗഫീഖ് നൽകണം. ഖുർആന്റെ ആയത്തിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ദിക്റാണ്. ഖുർആനിന്റെ തജ്വീദിന്റെ നിയമത്തിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു നിയമങ്ങൾ
അവിടെ സുക്കൂൻ വരികയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കിസർ വരികയും ചെയ്താൽ ഈ അടയാളം മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ഓരോ ശ്രദ്ധിച്ചാൽ മതി. ഖുർആൻ യഥാർത്ഥ രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അള്ളാഹു ഖുർആനിന്റെ ഗുരുത്വവും